ഒരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കിയാലോ? ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കിയ വട്ടയപ്പമാണിത്. ഇതുണ്ടാക്കാൻ ഞാനൊരു കപ്പ് പച്ചരി കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. വെള്ളം കഴുകിയിട്ടാണ് കുതിർക്കാൻ വെച്ചത്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഇട്ടായിട്ടാണ് അരച്ചെടുത്തത്. ആദ്യത്തേതാണിത്. ആദ്യം പച്ചരി ഇട്ട് കൊടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ചോറും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ 1 ടീസ്പൂൺ അത് മധുരത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഈസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂറായാലും ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കാം. ആവി കയറ്റിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആവി കയറ്റാൻ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം ആവിയിൽ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേറെ മാറ്റാം. ഇതിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി ഒന്നും കൂടി ഉണ്ടാക്കാം. വേറൊരു പാത്രത്തിൽ ബാക്കിയുള്ള മാവും കൂടി ഒഴിക്കാം. ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കണം. അടച്ച് വെച്ച് കുറച്ച് സമയം നമുക്ക് ആവിയിൽ വേവിപ്പിക്കാം. മറ്റൊരു തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിൽ നെയ്യ് തടവാൻ മറന്നുപോയി. അതുകൊണ്ട് അരികെല്ലാം ഒന്ന് പൊട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും കിട്ടിയില്ല. രണ്ടാമത്തതും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് വന്നാൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. സൈഡെല്ലാം വിട്ടുപോയത് കാരണം ഞാൻ ഈ മാവ് ഒഴിക്കുന്ന മുമ്പ് പാത്രത്തിൽ നെയ്യ് തടവാൻ മറന്നുപോയി. നെയ്യ് തടവിയാൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി വട്ടയപ്പം റെഡിയായി. നിങ്ങൾക്ക് ഈ വട്ടയപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.